ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ നടപ്പിലാക്കും. ശബരി റെയിൽപാതയെക്കുറിച്ച് ഈ സംസാരം തുടങ്ങിയിട്ട് വർഷം 27ആയി. ഇപ്പോൾ പുതിയ നിബന്ധനകളുമായി റെയിൽവേ എത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ്. പാതയ്ക്കായി കല്ലിട്ട സ്ഥല ഉടമകളാണ് ത്രിശങ്കുവിലായത്. റിപ്പോർട്ടിലേക്ക്. 27 വർഷമായി ശബരി റെയിൽപാത എന്ന സ്വപ്നം ഇപ്പോഴും നടപ്പിലാക്കാൻ സാധിക്കാതെ കിടക്കുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതടക്കം പകുതി തുക സംസ്ഥാനം മുടക്കാമെന്ന് പറഞ്ഞിട്ടും ഉടക്കന്യായം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പദ്ധതിയെ അട്ടിമറിക്കുകയാണ്. പുതിയതായി റിസർവ് ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തണമെന്നും സിംഗിൾ ലൈൻ എന്ന പദ്ധതി ഡബിൾ ലൈൻ ആക്കണമെന്നുമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിലപാട്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. നിലവിൽ സ്ഥലം വിട്ടുകൊടുത്തവർ വീണ്ടും സ്ഥലം നൽകണം. നിരവധി ആളുകളാണ് സ്ഥലം ക്രയവിക്രയം ചെയ്യാൻ സാധിക്കാതെ ഈ പദ്ധതിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ശബരിപാത നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനമെടുത്ത് ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒരു വികലാംഗൻ ലോൺ എടുത്ത് അവൻ പേരെ പണത് അവസാനം അത് അടയ്ക്കാൻ പറ്റത്തില്ല കഴിഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം ഗവൺമെൻറ് ശ്രദ്ധയിൽ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ആളുടെ കാര്യം മാത്രം ഓർത്ത് അങ്ങനെ പലരുടെയും പെൺമക്കളെ കെട്ടിക്കാനുള്ളവരുടെ സ്ഥലം വിൽക്കാനും ഈ സ്ഥലം ഫ്രീസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് ആർക്കും വിൽക്കാനോ മറ്റൊരു നടപടിക്കോ ഒന്നും സാധിക്കാത്ത കിടക്കുന്നു. റെയിൽവേ ചരക്ക് നീക്കത്തിലൂടെ തന്നെ വലിയ വരുമാനം കിട്ടുന്ന പദ്ധതിയാണ് അങ്കമാലി എരുമേലി റെയിൽപാത. വിഴിഞ്ഞം തുറമുഖം കൂടി വന്നതോടെ ഈ പാതയുടെ പ്രാധാന്യമേറി. വിഴിഞ്ഞത്തേക്ക് പാത നീട്ടണമെന്ന നിർദ്ദേശം റെയിൽവേ മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. റെയിൽവേ തുടർ നടപടിയിലേക്ക് കടക്കാത്തതിനാൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടി റവന്യൂ വകുപ്പും സ്വീകരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. പ്രതികരണങ്ങൾ. ഇതിന് തീരുമാനമില്ലാണ്ട് ഇങ്ങനെ നടക്കണ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് പേരെ പണിയാനോ മറ്റുള്ള പ്രസ്ഥാനമൊന്നും നടക്കണില്ല. വർഷങ്ങളായി ചില ആൾക്കാർക്കൊക്കെ വിൽക്കാനും ഒന്നും പറ്റണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അത് ആവുന്നതും തീർക്കാൻ എന്തെങ്കിലും പരിപാടി ചെയ്യാത്രേ ഉള്ളൂ. വേറെ അതുകൊണ്ട് പറയാം. തുച്ഛമായ ഭൂമി ഉള്ളവർ പോലും ഇത് വിട്ടുകൊടുത്തിട്ട് ഇപ്പോഴും വാടകയ്ക്ക് കിടക്കുകയാണ്. അതായത് 3 സെൻറ്റ് വരെ ഉണ്ടായ ആൾക്കാർ പോലും ഈ റെയിൽവേ ഏറ്റെടുത്തു. 27 വർഷം മുമ്പ് ഏറ്റെടുത്തിട്ട് തുച്ഛമായ കാശ കിട്ടിയിട്ടുള്ളവർക്ക് അവർ കൂട്ടുകുടുംബം പോലെ കിടന്നതാണ്. അത് അവർക്ക് ഇപ്പോൾ എല്ലാവരും വാടകയ്ക്ക് കിടക്കുകയാണ്. നിരവധി പേർക്ക് ഇപ്പോൾ ഈ 27 വർഷമായിട്ട് വീടില്ല. ഇത് തന്നെയാണ് ഇനി തുടരാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഡബിൾ ലൈൻ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന നാട്ടുകാരെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഭയങ്കര ദുഷ്കരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കാർഡ് പിടിച്ച് ഇവിടെ ഒരു സർക്കാർ സ്പോൺസർ അനാശാസ പ്രവർത്തനം നടത്താനുള്ള ഒരു സംവിധാനം ഈ 70% പൂർത്തീകരിച്ച റെയിൽവേ സ്റ്റേഷനും റെയിൽവേ പാലം, പെരിയാറിന് കുറുകെയുള്ള റെയിൽവേ പാലം അടക്കം ഇത് അതിന് ഉപയോഗപ്പെടുത്താമെന്നല്ലാണ്ട് ഇത് സർക്കാരുകൾ മാറി അല്ലെങ്കിൽ പദ്ധതികൾ മന്ത്രിമാരൊക്കെ മാറി വരുമെന്നല്ലാണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തി ആരും കാണിക്കണില്ല. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും വിക്ടർ ജോസഫ് കൂടി ചേരുന്നുണ്ട്. വിക്ടർ, ഈ കാലാകാലമായി കേൾക്കുന്ന ശബരി റെയിൽപാത, ഈ പാതയ്ക്കായി കല്ലിട്ട സ്ഥല ഉടമകളും ആശങ്കയിലാണ്. അതൊക്കെ നമ്മൾക്ക് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലായിട്ടുമുണ്ട്. ഈ അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് വിക്ടർ? ശബരി റെയിൽപാത ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ പൂർത്തിയാകും എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വർഷം 27ആയി. പക്ഷേ ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ പുതിയ ചില നിബന്ധനകൾ കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നിലവിലുള്ള സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ആക്കണം. മാത്രമല്ല റിസർവ് ബാങ്കിനെ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയും വേണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളെയാണ്. സിംഗിൾ ലൈനിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തവർ ഈ പാത ഡബിൾ ലൈൻ ആക്കുമ്പോൾ വീണ്ടും സ്ഥലം വിട്ടുകൊടുക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ ചെറുതായിട്ടൊന്നുമല്ല ബാധിക്കുന്നത്. മാത്രമല്ല ഭൂരിഭാഗം ആൾക്കാർക്കും ഇതുവരെ പൈസ ലഭിച്ചിട്ടില്ല. പാത കടന്നു പോകുന്ന സ്ഥലത്ത് കുറ്റിയടിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് വച്ച് ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചു വിടാനോ ഉള്ള ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യം കൃത്യമായി നടപ്പിലാക്കിയില്ലെങ്കിൽ കൂടുതൽ
പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് ഒരു ബാങ്ക് ലോൺ പോലും ഈ ഭൂമി പണയം വച്ചിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് പോലും. അതുകൊണ്ട് ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ റെയിൽപാളം വരണം, അല്ലെങ്കിൽ ഇത് ഇല്ല എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശരി, വിവരങ്ങളാണ് വിക്ടർ ജോസഫ് കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.